നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതും ചെന്ന് പറഞ്ഞു കൊടുക്ക്. എന്നെ ശിക്ഷിക്കാൻ ചങ്കൂറ്റുള്ളവർ വരട്ടെ. നിനക്കെന്താ എന്റെ മോളോട് ഇത്ര പക? പറയടാ. എടാ പറയാൻ പറയാൻ. മോളെ ഞാൻ എപ്പോഴും നിന്നോട് പറയുന്നല്ലേ ഈ ടീഷർട്ടൊക്കെ നേരെ ചുവയിടണമെന്ന്. ചെല്ല ചെന്ന് റെഡിയാവ്. ചെല്ലടാ. എന്താ സാധനം ചേട്ടാ? അതെ, പേസ്റ്റ് മുറിയിൽ വെച്ചിട്ടുണ്ടെന്ന് മോള് പറഞ്ഞേ. ഞാൻ അവിടെ തിരഞ്ഞിട്ട് കണ്ടില്ല. ഞാൻ എടുത്തുതരാം. മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എന്താ വീണ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ട്. അയാൾ എന്നെ തോൽപ്പിച്ചില്ലേ? എനിക്ക് ബെന്നിച്ചനെ ആലീസിനെ മനസ്സിലാവാത്തത്. അവർക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ വഴിക്ക് പോവായിരുന്നില്ലേ? കണ്ണീരും കണ്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അയാളും അതെ അച്ഛനും അതെ മനുഷ്യത്വത്തിന്റെ കണക്ക് പറഞ്ഞ് കൊല്ലുക. ഒരു പരിധിവരെ അത് ഹരിയുടെ വിജയാണെന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ. കരഞ്ഞായാലും കാല് പിടിച്ചായാലും അയാളത് നേടിയില്ലേ? ഭാരം മുഴുവൻ എനിക്കും. ഇവിടെ കൊണ്ടുവന്നപ്പോ തുടങ്ങി ഞാൻ പാല് കൊടുക്കണമെന്ന് നിർബന്ധം. എനിക്കെന്റെ കരിയർ നോക്കണ്ടേ? മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങുമ്പോ എനിക്ക് എന്റെ ശരീര സൗന്ദര്യം സംരക്ഷിച്ചല്ലേ പറ്റൂ. അപ്പൊ പിന്നെ എങ്ങനെ എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റും? വീണിപ്പ എന്താ പറയുന്നത്? ആ കുഞ്ഞിവിടെ ഉണ്ടാവാൻ പാടില്ല. എനിക്കതൊരു ശല്യം. അയാളുടെ കൂടെ കുഞ്ഞുണ്ടായി എന്തൊക്കെ സംഭവിക്കും? അയാൾ എനിക്ക് ഡിവോഴ്സ് തരുമോ? ഇല്ല. അയാൾ കാത്തിരിക്കും. എന്തെങ്കിലും ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ തിരുത്തൂന്നും പറഞ്ഞിട്ട്. പട്ടാപ്പകല് പാതിരാത്രിയാണെന്ന് അയാൾ പറഞ്ഞാ പിന്നെ അച്ഛന് വേറെ വാക്കൊന്നും ഉണ്ടാവില്ലല്ലോ. വീണ, കുഞ്ഞിനെ കൈവിടാനുള്ള നിന്റെ ഒരു തീരുമാനം പാളിപ്പോയിന്നുള്ളത് സത്യം എന്ന് കരുതി അത് ഇതോടെ അവസാനിച്ചെന്ന് അർത്ഥമില്ല. ഹരി എത്ര തന്നെ നെഞ്ചോട് അടക്കി പിടിച്ചാലും ആ കുഞ്ഞ് നിന്റേതാ, നിന്റേത് മാത്രമാ. അതിനെക്കുറിച്ച് നീ ഒരു തീരുമാനം എടുത്താ എന്തിന്? കൊണ്ടുപോയി പെരുവഴിയിൽ ഇറക്കി കിടത്തിയ പോലും അത് ചോദിക്കാനുള്ള അവകാശം ഹരിക്കില്ല. ശല്യം കൂടെ ഞാൻ അത് തന്നെ ചെയ്യും. അല്ലാതെയുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. എന്താ? എനിക്കല്പം സമയം താ. എന്റെ മുമ്പില് 3 ലക്ഷ്യങ്ങളാ. 1, വീണയ്ക്ക് ശല്യമായ ആ കുഞ്ഞ് വീണ വിട്ടു പോണം. 2, വീണയും ഹരിയുമായുള്ള ബന്ധം വേർപെടുത്തണം. പിന്നെ 3-മത്തത്, നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹമായ മോഡലിംഗ് നിനക്ക് സാധിച്ചു തരണം. ഞങ്ങൾക്ക് ചില കോർപ്പറേറ്റീവ് ശീലങ്ങളുണ്ട്. മീറ്റിംഗ് മുറിയിൽ ഒരു ബ്ലാക്ക് ബോർഡിൽ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ എഴുതിയ അത് ഫൈനൽ വേർഡാ. അച്ചീവ് ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതിന്റെ മാർഗങ്ങൾ നോക്കരുതെന്നാണ് പ്രമാണം. സോ ഈ 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരെ കുത്തി നോവിക്കേണ്ടി വന്നാലും ആരുടെ ജീവൻ എടുക്കേണ്ടി വന്നാലും സാംസ് നിനക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. കേട്ടല്ലോ?
നീ അമ്മയോടെല്ലാം പറഞ്ഞല്ലേ? പറഞ്ഞു. ഇനി ആരോടൊന്നും മറച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. നമുക്കിടയിൽ സംഭവിക്കുന്നതൊക്കെ രഹസ്യമായിരിക്കണം. അതെനിക്ക് നിർബന്ധമാ. ഭാര്യയും ഭർത്താവും തമ്മിൽ സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളുണ്ട്. അത് പക്ഷേ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് മനസ്സിൽ ഒളിപ്പിക്കാനല്ല. ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഇനിയിപ്പോ കൊന്നാ പോലും അത് പുറത്തൊരാൾ അറിയാൻ പാടില്ല. അവരെന്നോട് പ്രതികരിക്കാനും പാടില്ല. മനസ്സിലായടി? അത്ര അനുസരണക്കേ ഇനി വേറെ ആളെ നോക്കിയാൽ മതി. ഇനി ഞാൻ വിട്ടുതരില്ല. ആണോടി? കാണണോ നിനക്ക്? കാണ്. ഇതും ചെന്ന് പറഞ്ഞു കൊടുക്ക്. എന്നെ ശിക്ഷിക്കാൻ ചങ്കൂറ്റുള്ളവർ വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.